നമസ്കാരം, എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 12 രാശിക്കാർക്കും ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം എങ്ങനെയാണ്, പരിഹാരവുമാണ് പറയുന്നത്. നീതിയുടെ, ഉത്തരവാദിത്വത്തിൻ്റെ, കർമ്മത്തിൻ്റെയൊക്കെ ഗ്രഹമായ ശനി ജൂൺ 30, 2024 മുതൽ നവംബർ 14, 2024 വരെയുള്ള 139 ദിവസം ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭൻ രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുക. സൂര്യനും ചന്ദ്രനും ഒഴികെ മറ്റെല്ലാ ഗ്രഹങ്ങളും വക്രഗതിയിൽ സഞ്ചരിക്കും. പാപഗ്രഹങ്ങൾ വക്രഗതിയിൽ വരുമ്പോൾ ശുഭഫലം വർദ്ധിക്കും. പരിഹാരം ഞാൻ അവസാനം പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. മേടൻ രാശിക്കാരുടെ 10ഉം 11ഉം ഭാവത്തിൻ്റെ അധിപനായ ശനിയാണ് 11ൽ വന്നിരിക്കുന്നത്. 11ൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 1, 5, 8ലേക്കാണ്. അത് നിങ്ങൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. ജോലിക്കാർക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനൊക്കെ നല്ലതാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. തൊഴിൽ പുരോഗതി നിങ്ങൾക്കുണ്ടാകും. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു സംശയം നിലനിൽക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. കാര്യവിജയം, അതുപോലെ വരുമാനവും ലാഭവും വർദ്ധിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. ഇടവൻ രാശിക്കാരുടെ 9ഉം 10ഉം ഭാവത്തിൻ്റെ അധിപനായ ശനിയാണ് 10ൽ പറഞ്ഞാൽ കർമ്മസ്ഥാനത്ത് വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 4, 7, 12ലേക്കാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. യാത്രകൾ വർദ്ധിക്കും. തൊഴിൽപരമായി നിലനിന്നിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കും. അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനൊക്കെ നല്ലതാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും. അതുപോലെ വിവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാകും. മിഥുനൻ രാശിക്കാരുടെ 8ഉം 9ഉം ഭാവത്തിൻ്റെ അധിപനായ ശനിയാണ് 9ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. ശനി 9ാം ഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 3, 6, 11ലേക്കാണ്. അത് നിങ്ങൾക്ക് സഹോദരങ്ങളുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കൂടുതലായിട്ട് കിട്ടും. ശത്രുക്കൾ കുറയും. കടബാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. ആരോഗ്യം നല്ലതാകും. വരുമാനവും ലാഭവും വർദ്ധിക്കും. നിങ്ങളുടെ ആഗ്രഹം നടക്കും. വിദേശത്ത് തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ്. പിതാവിനെ പറ്റി ചിന്ത ഉണ്ടാവും. ഭാഗ്യം കിട്ടുന്നതിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. തൊഴിൽപരമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ കുറഞ്ഞു തുടങ്ങും. കർക്കിടകൻ രാശിക്കാരുടെ 7ഉം 8ഉം ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനിയാണ് 8ാം ഭാവത്തിൽ പറഞ്ഞാൽ അഷ്ടമഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 2, 5, 10ലേക്കാണ്. തൊഴിൽപരമായി നിലനിന്നിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, ടെൻഷനൊക്കെ മാറി നിങ്ങൾക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധ വേണം. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ടെൻഷൻ മാറി തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലതാകും. മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോഴൊക്കെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. മുടങ്ങിയ കാര്യങ്ങൾ ശരിയാകും. വിവാഹഭാഗ്യം, അതുപോലെ സന്താനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചിന്ത നിലനിൽക്കും. ചിങ്ങൻ രാശിക്കാരുടെ 6ഉം 7ഉം ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനിയാണ് 7ാം ഭാവത്തിൽ പറഞ്ഞാൽ കേന്ദ്രഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ശനിയുടെ ദൃഷ്ടി 1, 4, 9ലേക്കാണ്. നിങ്ങൾക്ക് ആത്മധൈര്യം വർദ്ധിക്കും. ആരോഗ്യം നല്ലതാകും. വീട്, വസ്തു, വാഹന ഭാഗ്യം, അതുപോലെ എന്തെങ്കിലും പുതിയത് വാങ്ങാൻ സാധിക്കും. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. മാതാവിനെ പറ്റി ചിന്ത ഉണ്ടാകും. വിവാഹം നടക്കാൻ, അതുപോലെ ദാമ്പത്യം നല്ലതാകും. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ഭാഗ്യവർദ്ധന ഉണ്ടാകും. തൊഴിൽപരമായി നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. കന്നിരാശിക്കാരുടെ 5ഉം 6ഉം ഭാവത്തിൻ്റെ അധിപനായ ശനി 6ാം ഭാവത്തിലാണ് വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 3, 8, 12ലേക്കാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. സഹോദരങ്ങളായിട്ട്, സുഹൃത്തുക്കളായി അവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിന്, അതുപോലെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും അനാവശ്യ ചിലവ് വർദ്ധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിദേശ യാത്രകൾ, അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും. ജോലിയിൽ, ബിസിനസ്സിലൊക്കെ ശത്രുക്കൾ വർദ്ധിക്കും. പുതിയ വരുമാന മാർഗം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം നല്ലതാകും. സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും. തുലാം രാശിക്കാരുടെ 4ഉം 5ഉം ഭാവത്തിൻ്റെ അധിപനായ ശനിയാണ് 5ാം ഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 2, 7, 11ലേക്കാണ്. അത് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹം നടക്കാൻ,
വരുമാനവും ലാഭവും വർദ്ധിക്കും. ആഗ്രഹങ്ങൾ നടക്കും. ചിലർക്ക് വീട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. മനസ്സിൽ ചിന്തകൾ വർദ്ധിക്കും. അതുപോലെ സന്താനങ്ങളായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. കുടുംബത്തെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ നിങ്ങൾക്ക് നിലനിൽക്കും. യാത്രകൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. വൃശ്ചികൻ രാശിക്കാരുടെ 3-4 ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനിയാണ് 4-ാം ഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി 1-6-10 നിങ്ങൾക്ക് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ മാറിത്തുടങ്ങും. നല്ല പേര് പ്രശസ്തി വർദ്ധിക്കും. ശത്രുക്കൾ വർദ്ധിക്കും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരിക. അതുപോലെ ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാൻ, പുതിയ അവസരങ്ങൾ കിട്ടാൻ, തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോൺ കിട്ടാനൊക്കെ നല്ലതാണ്. ജോലിയിലും ബിസിനസ്സിലും ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും പുതിയത് തുടങ്ങാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും പുതിയത് വാങ്ങിക്കാനൊക്കെ സാധിക്കും. ധനുരാശിക്കാരുടെ 2-3 ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനി 3-ാം ഭാവത്തിലാണ് വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 5, 9, 12 അത് നിങ്ങൾക്ക് സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീട് വയ്ക്കാൻ, വസ്തു, വാഹന ഭാഗ്യം, മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും അനാവശ്യ ചിലവുകളും വർദ്ധിക്കും. എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. മകരൻ രാശിക്കാരുടെ 1-2 ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനി 2-ലാണ് വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് 7.5 ശനിയുടെ അവസാന ഘട്ടം കൂടിയാണ്. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 4, 8, 11 അത് നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാക്കും. തർക്കങ്ങളിൽ പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. സ്വത്ത് കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യം, അതുപോലെ മാതാവിനെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. പുതിയത് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കുംഭൻ രാശിക്കാരുടെ 12-1 ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനിയാണ് 1-ാം ഭാവത്തിൽ ലഗ്നഭാവത്തിൽ വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് 7.5 ശനിയുടെ 2-ാം ഘട്ടം കൂടിയുണ്ട്. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 3, 7, 10 നിങ്ങൾക്ക് മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. തൊഴിൽപരമായിട്ട് ബിസിനസ്സിലും ജോലിയിലൊക്കെ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. മറ്റുള്ളവരൊക്കെ ആയിട്ട് തെറ്റിദ്ധാരണ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. തൊഴിൽപരമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. ദാമ്പത്യം നല്ലതാകും. കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും. മീനൻ രാശിക്കാരുടെ 11-12 ഭാവത്തിൻ്റെ ഭാവാധിപനായ ശനി 12-ലാണ് വക്രഗതിയിൽ വന്നിരിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് 7.5 ശനിയുടെ ആദ്യഘട്ടം കൂടിയാണ്. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നത് 2, 6, 9 സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഒപ്പം കുടുംബാഭിവൃദ്ധി ഉണ്ടാകും. ലോൺ എടുത്ത് പുതിയത് തുടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നതിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും. ശത്രുക്കൾ കുറയും. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും അനാവശ്യ ചിലവ് വർദ്ധിക്കും. പണം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. ഇനി എല്ലാവർക്കും വേണ്ടിയുള്ള പരിഹാരമാണ് പറയുന്നത്. ശനിയാഴ്ച നിങ്ങൾ മതാചാരപ്രകാരം പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ശനിയുടെ വിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുന്നത്, പിന്നെ ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്